കെനൈൻ പാർവോ വൈറൽ എൻറ്ററൈറ്റിസ്. നായ്ക്കൾ വളർത്തുന്ന പെറ്റ് പേരൻസിനും ബ്രീഡേഴ്സിനും അതുപോലെ തന്നെ ഡോഗ്സിനെ കുറിച്ച് സങ്കല്പങ്ങളൊക്കെ ഉള്ള അറിയാവുന്ന ആൾക്കാർക്ക് ഏറ്റവും വലിയ പേടി സ്വപ്നമായ വൈറൽ ഡിസീസ്. ഈ രോഗം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു എന്നാണ് ഈ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന ധാരണ. അതൊക്കെ മാറി നമുക്ക് നൂതനമായ ഒരുപാട് ചികിത്സാ സമ്പ്രദായങ്ങൾ പാർവോ വൈറൽ എൻറ്ററൈറ്റിസിൽ വ്യാപിച്ചിട്ടുണ്ട്. അതുപ്രകാരം നമുക്ക് പാർവോ വൈറൽ എൻറ്ററൈറ്റിസ് എന്ന മാരകമായ അസുഖം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തുവാനുള്ള സാഹചര്യം ഒരുപാടാണുള്ളത്. എങ്കിലും വളരെ പ്രായം കുറഞ്ഞ 3 മാസം 4 മാസം 2 മാസം ഒക്കെയുള്ള നായ്ക്കുട്ടികൾക്ക് പാർവോ വൈറൽ എൻറ്ററൈറ്റിസ് എന്ന വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്തിയെടുക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. പാർവോ വൈറൽ എൻറ്ററൈറ്റിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം പനി വരും, പിന്നീട് ഛർദി തുടങ്ങും, ഒപ്പം തന്നെ വയറിളക്കം തുടങ്ങും. ആ ഒരു വയറിളക്കത്തിൽ രക്തമുണ്ടാകും, അതുപോലെ തന്നെ വളരെ ഒഫൻസീവ് ആയിട്ടുള്ള ദുർഗന്ധം ഉണ്ടാകും. തദ്വാര അത് വളരെയേറെ ക്ഷീണിച്ചു പോവുകയും പെട്ടെന്ന് തന്നെ ഡീഹൈഡ്രേഷനും പൊട്ടാസ്യം കുറഞ്ഞത് കാരണമൊക്കെ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് ഡോഗിന് പാർവോ വൈറസിന്റെ ആദ്യ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ അടുത്ത് എത്തിക്കുകയും ഉടൻ തന്നെ ഡ്രിപ്പ് ഉൾപ്പെടുന്ന എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ചെയ്യുകയും ചെയ്യുക. എങ്കിൽ അത് രക്ഷപ്പെടുവാനുള്ള സാധ്യത നന്നായിട്ടുണ്ട്. അതുപോലെ തന്നെ ഓൾവേസ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. പാർവോ വൈറസ് ഉണ്ടാകാതിരിക്കാനായിട്ട് ഫലപ്രദമായിട്ടുള്ള വാക്സിനേഷൻ ഉണ്ട്. 1.5 മാസം 45 ദിവസം പ്രായമാകുമ്പോൾ തന്നെ നിങ്ങളുടെ നായ്ക്കുട്ടികളെ പാർവോ വൈറസിനെതിരെയുള്ള വാക്സിൻ എടുപ്പിക്കണം. അത് പിന്നീട് ഓരോ 3 ആഴ്ച കഴിയുമ്പോഴും 3 കുത്തിവയ്പ്പ് വീണ്ടും നടത്തണം. അതിന് 3 ബൂസ്റ്റർ വാക്സിനേഷൻ എന്ന് പറയും. ഇത്തരത്തിലുള്ള 3 4 കുത്തിവയ്പ്പ് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ നായ്ക്കുട്ടി പാർവോ വൈറസിനെതിരെയുള്ള ഫലപ്രദമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി കൈവരിക്കുകയുള്ളൂ.